നമ ശിവായ. നർമ്മദേഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി. ചോദ്യം, അതായത് നമ്മളുടെ വീടുകളിൽ താന്ത്രിക കർമ്മങ്ങൾ ശത്രുക്കൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നിർവീര്യമാക്കുവാൻ, ശക്തിയോടെ നിർവീര്യമാക്കുവാൻ ഉള്ള ഉപായം എന്താണ്? നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ അഹങ്കാരവും അസൂയയും വന്നു കഴിഞ്ഞാൽ ശത്രുക്കൾ ഏത് ലെവലിൽ വേണമെങ്കിലും പോകും. പ്രത്യേകിച്ച് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നു, ഉയരുന്നു, സാമ്പത്തികമായിട്ടും അതേപോലെ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്നു. ഇവയൊക്കെ മതി ഒരു ശത്രുവിന് അസൂയ വരുവാനും അവൻ താന്ത്രിക കർമ്മങ്ങൾ നിങ്ങളിൽ ചെലുത്തുവാനും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് തളരും. അതേപോലെ സാമ്പത്തികമായിട്ട് നമ്മൾ പല അനുഷ്ഠാനങ്ങൾ, മീൻസ് ഇതിന് വിപരീതമായ കർമ്മങ്ങൾ ചെയ്ത് പാപ്പർസേറ്റാവും. അവസാനം കെട്ടുതാലി വരെ പണയം വെച്ച് വിൽക്കേണ്ട അവസ്ഥ വരെ വന്ന ചരിത്രങ്ങൾ ഞാൻ ധാരാളമായിട്ട് കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തെ നമ്മുടെ വീടുകളിൽ ഇതിനെ പൂർണ്ണമായിട്ട് നിർവീര്യം എങ്ങനെ ചെയ്യാം? അതിന് വേണ്ടത് കുറച്ച് കറുവ, അതേപോലെ കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഏലയ്ക്ക, പിന്നെ പച്ചക്കർപ്പൂരം. അത് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം പൊടിക്കുക, നല്ല പൗഡർ പരുവത്തിൽ പൊടിക്കുക. ഏലക്ക 1-2, അതായത് നിങ്ങളുടെ ഒരു 100 ഗ്രാം പൊടിയാണെങ്കിൽ അതിൽ ഒരു 5-6 ഏലക്ക മതിയാവും. ബാക്കിയൊക്കെ നമ്മൾ സമാസമം ചെയ്യുക. പച്ചക്കർപ്പൂരം ചെറിയ കഷ്ണം മതി. കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പച്ചക്കർപ്പൂരം, ഈ 4 കൂട്ടമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നല്ല രീതിയിൽ സമാസത്തിൽ പൊടിക്കുക, അത് നമ്മൾ ഡപ്പയിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യം വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഒരു ബക്കറ്റിൽ കുറച്ച് കല്ലുപ്പ് കലക്കുക, അതിൽ കുറച്ച് ഈ പൊടി കലർത്തി പറമ്പിലെല്ലാം തളിക്കുക. അതിനുശേഷം നമ്മൾ വീട്ടിൽ നമ്മൾ തറ തുടയ്ക്കുന്നത് കല്ലുപ്പ് വെച്ച് ഉള്ള കലത്തിയ വെള്ളത്തിലായിരിക്കണം. നമ്മൾ ധൂപം കാട്ടുമ്പോൾ ഈ പൊടി അതിൽ ഇട്ട് എല്ലാ റൂമിലും ധൂപം കാട്ടുക. ഇത് ചെയ്യേണ്ടത് തിങ്കളാഴ്ച വൈകിട്ട്, വ്യാഴാഴ്ച വൈകിട്ട്. കാരണം ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഈ കർമ്മങ്ങൾ നമ്മളെ ഏൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കർമ്മം ചെയ്യുമ്പോൾ തലേന്ന് തിങ്കളാഴ്ചയും വ്യാഴാഴ്ച വൈകിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യുക. വൈകുന്നേരങ്ങളിൽ ഈ പറയുന്ന ബക്കറ്റിൽ കല്ലുപ്പ് കലക്കിയ വെള്ളം തളിക്കുക. അതേസമയം നമ്മൾ വീടുകളിൽ തറ തുടയ്ക്കുമ്പോൾ കല്ലുപ്പ് കലർന്ന വെള്ളം കൊണ്ട് തുടയ്ക്കുക. അതിനുശേഷം ഈ പൊടി, ഞാൻ ഈ പറയുന്ന പൊടി ധൂപത്തിൽ നമ്മൾ ഒരു കുറച്ച് അങ്ങോട്ട് ഇട്ടിട്ട് എല്ലാ റൂമിലും നമ്മൾ ധൂപം കാട്ടുക. ശത്രുവിനാൽ നമുക്ക് ചെയ്യപ്പെടുന്ന എല്ലാ ദുഷ്കർമ്മവും ഇതുവഴി മാറിക്കിട്ടും. വളരെ ശക്തിയാർന്ന രീതിയാണ് നമ്മുടെ പഴമക്കാർ നമ്മുടെ വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ സാമ്പ്രാണിയാണിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ സാമ്പ്രാണി ജസ്റ്റ് പുകയ്ക്കാനും മണം വരാനും അല്ലാതെ
ഇതുപോലത്തെ താന്ത്രിക കർമ്മങ്ങൾ പൂർണ്ണമായിട്ട് നശിക്കുവാൻ നമുക്ക് ഏറ്റവും ശക്തമായ രീതിയിൽ നിർവീര്യം ചെയ്യാൻ പറ്റിയ ഉപാധിയാണ് ഞാൻ ഈ പറയുന്ന പൊടി. നിങ്ങൾ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുക. തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വേണം, വൈകുന്നേരങ്ങളിൽ വേണം ഇത് ചെയ്യുവാൻ. എന്നാൽ മാത്രമേ നല്ല പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. എല്ലാ ആഴ്ചയിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പോസിറ്റീവ് വൈബ് നമുക്ക് നമ്മുടെ വീടുകളിൽ കാണാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ